ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് കുറിയിലിട്ടിട്ടുണ്ട്. സ്വാഗതം പറയും ഫസ്റ്റ്. സ്വാഗതം. അപ്പോൾ നൈറ്റ് ഏകദേശം ഒരു 9:15 കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ രാത്രി എടുത്തേക്കാണ് പോകുന്നത്. ബോറടിച്ച് ചത്തും ഒന്നറിയില്ല, ഭയങ്കര ബോറടിയാണ്. എത്രയും ദിവസം ഇല്ലാത്ത ബോറടിയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു നടക്കാന്ന്. ഇവിടെ ഒരു പാർക്കുണ്ട് അടുത്ത്, ആ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി റെഡിയായി പാർക്കിൽ പോകുന്നതാണ്. ഇങ്ങോട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് തന്നെ വീഡിയോ എന്നാണ് കേട്ടോ. പറയുമ്പോൾ വീഡിയോ എന്ന് പറയുന്നത് തന്നെ എന്തെന്നാണ്, ഇത് നമ്മൾ പാർക്കിൽ പോകുന്ന വീഡിയോ ആണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് നടക്കാനൊന്നുമല്ല കേട്ടോ, 1.5 മണിക്കൂറുണ്ട് കേട്ടോ നടക്കാൻ. ഞാൻ ചേട്ടനോട് പറഞ്ഞു ഞാൻ അടുത്തേക്ക് വരുന്നേ, ഓഫീസ് അങ്ങോട്ടാണ്, ഇപ്പോൾ തിരക്കാണ്. അപ്പോൾ എന്നെ കൂട്ടാൻ വരാൻ സമയമില്ല. ഞാൻ വിചാരിച്ചാൽ ഭയങ്കര ബോറടിക്കുന്നുണ്ട്, ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ വരുന്ന അങ്ങോട്ടേക്ക് പറഞ്ഞു. ഓക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തുന്നതിനേക്കാളും മുമ്പ് 2 പാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിച്ച് പോവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കണ്ടാലോ? പറയൂ കുട്ടി, കണ്ടാലോ? നോക്കി, നല്ല ഫുള്ള് ലൈറ്റ് ഉണ്ട് കേട്ടോ. അടുത്തം വരെ ലൈറ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് പേടി ഒന്നും ടെൻഷൻ അടിക്കേണ്ടോ പേടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. നമ്മളെ നാട്ടിൽ വരെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടെ രാത്രി നടക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് നടന്നു പോവുകയാണ്. പറയും നൈറ്റ് വ്യൂ നല്ല രസമുണ്ട് കേട്ടോ. നോക്കിയതാ, നമ്മളിപ്പോൾ അത്രയായിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഇല്ലൂ. ഇവ അടത്തിയത് ഇടം വരെ എപ്പോഴും നമ്മൾ നടന്നിട്ട് വരുന്നതാണ്. വൈകുന്നേരം ഇടയ്ക്കരേ ഇല്ലയോ. അപ്പോൾ ഞാൻ നൈറ്റ് വ്യൂ കാണിച്ചത് ജസ്റ്റ് നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല രസമുണ്ട്. റോഡ് സൈഡെല്ലാം മരങ്ങളായിട്ട് അത് നല്ല രസം. പകല് ചൂടായിട്ട് ശരിക്കും ഞാൻ അവിടെ വന്നതിന് ശേഷം പകല് കണ്ടിട്ടാണ് നോക്കട്ടെ. ഞാൻ പുറത്തൊന്നും ഇറങ്ങിയിട്ടേ ഉണ്ടാവില്ല പകൽ വെളിച്ചത്തിൽ. രാത്രി മാത്രമേ ഇങ്ങനെ നടക്കാൻ പോക്കെല്ലാം ഉണ്ടാവും. പകല് ഭയങ്കര ചൂടാണിപ്പോൾ, അങ്ങനെ ഇറങ്ങാനൊന്നും. രതീശ്വരൻ ഓഫീസ് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് പകലങ്ങനെ എവിടെയും പോയില്ല. രാത്രിയാണ് എങ്ങനെ ഇടയ്ക്ക് നൈറ്റ് പുറത്ത് പോകും. പക്ഷെ ഇന്ന് ഭയങ്കര ബോറടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മിനിയാന്നേ പ്ലാൻ ചെയ്യുന്നതാണ് എനിക്കെന്താ ആ ഗാർഡനിലേക്ക് നടന്നിട്ട് പോകണം എന്നുള്ളത്. പിന്നെ ഇപ്പം നടത്തം കുറച്ച് നല്ലതാണ്, അങ്ങനെ പ്ലാൻ ചെയ്ത് പോയി. നല്ല കാറ്റുണ്ട് കേട്ടോ. അതാ നോക്കി, ഇലകളെല്ലാം ആടുന്നുണ്ട്. ഇളം കാറ്റിലെവിടെയോ തേങ്ങാക്കുലകൾ ആടുന്നു പറഞ്ഞ പോലെ. ഇവിടെ ചായ മറ്റേ ഈൻ്റെ മരം ഉണ്ട്. എന്ത് ഈത്തപ്പഴം. പക്ഷേ ഈത്തപ്പഴം ഇല്ല കേട്ടോ അതിൽ. പിന്നെ നമ്മുടെ നാട്ടിനെ പോലെ ഒന്നും അല്ല കേട്ടോ. നമുക്ക് നടക്കാനൊരു സെപ്പറേറ്റ് ഇങ്ങനെ ഉണ്ടാവും, പിന്നെ റോഡ് വേറെ തന്നെ. അതുകൊണ്ട് വണ്ടീൻ്റെ പറ്റിയിട്ട് വണ്ടി വരും. ഇപ്പോൾ കുഞ്ഞിനെ തട്ടിയിട്ട് നടക്കുമ്പോൾ എല്ലാവരും പറയും ഷൂ വണ്ടിയെല്ലാം വരുന്ന സ്ഥലത്ത് ഇങ്ങനെ. പക്ഷെ ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, നടക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കുറേ വലിയ സ്ഥലമുണ്ട് കേട്ടോ. പിന്നെ ബസ് സർവീസ് ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ ഒരു ബസ് അങ്ങോട്ട് പോയതേലും, പക്ഷേ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പിന്നെ അടുത്ത് സ്റ്റോപ്പ് ഉണ്ടെന്ന് അറിയും. പിന്നെ ബസ്സിൽ കുറേ ആൾക്കാരങ്ങനെ പോകലുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ ബസ്സിൽ യാത്ര ചിലവ് കുറവാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ പോകലുണ്ട്. ബഹ്റൈനിൽ വന്നിട്ട് ഒന്ന് ജസ്റ്റ് കറങ്ങാൻ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്, ബസ്സിലൊന്ന് യാത്ര ചെയ്യണം ഇവിടെ വന്നിട്ട്. പക്ഷേ നടന്നിട്ട് നോക്കണം, നടക്കുമെന്ന് നോക്കണം. ഇതും എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്ന് പറഞ്ഞാൽ നടന്ന് ആ സ്ഥലം വരെ പോകണം എന്നുള്ളത്. നല്ല രസമുണ്ട് ആ പാർക്ക്, നല്ല രസമുണ്ട്. ആ പാർക്കിനേക്കാളും മുമ്പ് കുഞ്ഞു പാർക്ക് കിട്ടുന്നുണ്ട്. അവിടെ പോയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെ ഇത് വലിയ പാർക്കാണ്, നല്ല രസമുണ്ട് ആ പാർക്ക്. എന്തായാലും അങ്ങനെ നമ്മൾ നടന്ന് ഏകദേശം എത്താറായിട്ടാ ആ കുഞ്ഞി പാർക്കിൻ്റെ അടുത്തേക്ക്. യൂട്ടിക്ക് എന്താ സുഖം, ഒരു പൂ പറിച്ചു കൊടുത്തിട്ടുണ്ട്. കുപ്പച്ച ഉണ്ടോ? കുപ്പയത്തെ പറയുന്നത് കുഴി ഇട്ടിട്ടുണ്ട്. അതാണ് ബസ് കേട്ടോ. ബസ് വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. ബസ് ഇടക്കിടക്ക് ബസ് ഉണ്ട് കേട്ടോ. നേരത്തെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, അതിനായിട്ട് ഇങ്ങോട്ടേക്ക്. അങ്ങനെ നമ്മൾ ഈ സ്ഥലമല്ല ഞാൻ മുമ്പ് നടന്നുണ്ടായ സ്ഥലം തന്നെയാണ് കേട്ടോ. ഇവിടത്തേക്കല്ല ഞാൻ കഴിഞ്ഞ വരവിൽ തന്നെ യൂട്ടിനെയും കൂട്ടിയിട്ട് വരുന്ന സ്ഥലമായിരുന്നു ഇതെല്ലാം. അങ്ങോട്ട് ഫുള്ള് എന്തൊക്കെയോ എന്താ പറയാനാ, നമ്മളെ നാട്ടിലെല്ലാം റോഡ് ഉണ്ടാക്കുമ്പോൾ മരങ്ങളെല്ലാം വെട്ടിയിട്ടാണ് റോഡ് വീതിയെല്ലാം പോകുന്നത്. ഇവിടെ നോക്കിയാൽ റോഡ് സൈഡിൽ മൊത്തം മരങ്ങളാണ്. ഇവിടെ മരങ്ങളെല്ലാം കുറവായ രാജ്യത്ത് പോലും ഇവരെ മരങ്ങളെല്ലാം നോക്കിയാൽ നല്ല സെറ്റായി റോഡിന് ചുറ്റും സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ റോഡ് വരാൻ വേണ്ടിയിട്ട് മരങ്ങളെല്ലാം വെട്ടിയിട്ടാണ് റോഡ് ഉണ്ടാക്കുന്നത്. റോഡ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഐഡിയാസ് യൂസ് ചെയ്ത് മരങ്ങൾ സൈഡ് വെച്ചിട്ട് അങ്ങനത്തെ മോഡൽ റോഡ് യൂസ് ചെയ്താണ്ട് നല്ലതുണ്ടാവും അല്ലേ? ഇത് നല്ല രസമില്ലേ കാണാൻ? വലിയ മരമാവുന്ന
മരമല്ല, ഇതെന്തോ മരം, എന്ത് മരം എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പക്ഷെ നല്ല ഐഡിയ കേട്ടോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കണ്ടറിയാം, നല്ല രസമില്ലേ കാണാൻ. ഞാൻ പറഞ്ഞ കുഞ്ഞ് പാർക്ക് കേട്ടോ. പക്ഷേ എടാ പ്ലേസ് ഒന്നുമില്ല ഇരിക്കാൻ പ്ലേസ് ഉണ്ട്. പക്ഷേ ഈ കുട്ടീനെയും കൊണ്ട് എല്ലാ പ്ലേസിലും ഓരോരോ ആൾ ഇരുന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും അവിടെ പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് നടക്കാട്ടോ. നമ്മളിതാ ഏകദേശം ഒരു അതില്യ എത്തിയിട്ട്, ഏകദേശം ഇല്ല, ഇത് അതില്യാണ്. നമ്മൾ എടാ ഉമ്മലസത്തുനിന്ന് ഒരു സ്ഥലം മാറിയിട്ട് ഇത് അതില്യ എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് എത്തിയിട്ടു. ഉമ്മലസത്തു നിന്നാണ് നമ്മൾ റൂം ഉണ്ടായത്. അവിടെ നിന്ന് നമ്മൾ അതില്യ എത്തി. ഏകദേശം ഒരു 9:30 കഴിഞ്ഞിട്ടാണ് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. എത്ര 10-20 മിനിറ്റ് ആകുന്നുണ്ട്. ഇത് സിഗ്നൽ, ഇത് രണ്ടാമത്തെ സിഗ്നൽ കേട്ടോ. ഇവിടുന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം, ഇവിടെ പ്രശ്നമില്ല. ഇപ്പോൾ സിഗ്നൽ ഇവിടെ ഓഫാണ്, ഇവിടെ വണ്ടി വരില്ലെന്ന് ഉറപ്പുണ്ട്. നെക്സ്റ്റ് ആടെ അത് ഓപ്പണുള്ള സിഗ്നലാണ്. അപ്പോൾ അവിടത്തേക്ക് ഇപ്പം നമുക്ക് കിടക്കാൻ പറ്റില്ല. ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുമ്പിലായിട്ടുള്ളത്. നോക്കിയാൽ എന്ത് വെറൈറ്റിയാണ്. മരത്തിന് മൊത്തൊരു ചെറിയൊരു പ്ലേറ്റ് പോലെ ഘടിപ്പിച്ചിട്ടുണ്ട്. എന്താ പേര് നിങ്ങൾക്ക് കണ്ടിട്ടാ? എന്തായാലും ഒരു അടിപൊളി ആംബിയൻസ് ഉണ്ട് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിന്. നോക്കിയ പേരെന്തൊന്നും കണ്ടിട്ടാണ്. എനിക്ക് എന്തായാലും നല്ല രസമുണ്ട് കാണുമ്പോൾ. അങ്ങനെ ഒന്ന് ജസ്റ്റ് വീഡിയോ എടുത്ത് കേട്ടോ ഞാൻ. നമ്മൾ എത്തിക്കൊണ്ട് വന്നല്ലോ നമ്മുടെ ഗുദൈബിയിൽ കേട്ടോ നമ്മളെ പാർക്കുള്ളത്. എന്താ ആൻഡ്രൂസ് ഗാർഡൻ ആണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാ റെഡ് ടാഗ്. ഇവിടെ ഞാൻ എപ്പോഴും നോട്ട് ചെയ്യലുണ്ട് ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓഫർ ഇട്ടിട്ടുണ്ടാവും കേട്ടോ ഈ സ്ഥലത്ത്. ഈ ഷോപ്പിൽ റെഡ് ടാഗിൽ നമ്മൾ റെഡ് ടാഗിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു പാലം പോലെ കാണുന്നില്ലേ, അതാണ് നമ്മൾ ആൻഡ്രൂസ് ഗാർഡൻ ഉള്ളത്. അപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് എത്തി. നമ്മൾ ഉമ്മലസത്തുനിന്ന് എന്താപ്പാ ഇപ്പം ഗുദൈബിയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അങ്ങനെ നമ്മളെ പോയിന്റിലേക്ക് എത്തിയിട്ടാ നമ്മൾ പ്ലാൻ ചെയ്ത ആൻഡ്രൂസ് ഗാർഡൻ. ആൻഡ്രൂസ് ഗാർഡനിലേക്ക് എത്തി. എന്തായാലും ഇപ്പം കൃത്യം 10 മണി ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം കൃത്യം 10 മണിയായിട്ടാണ് നമ്മൾ എത്തുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ 9 മണി കഴിഞ്ഞ് 9 മണി പറഞ്ഞ് 9:15 ഏകദേശം നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. ഇപ്പോൾ നമ്മൾ കൃത്യം 10 മണിക്ക് എത്തി. അപ്പോൾ ഏകദേശം 3/4 മണിക്കൂർ നമ്മൾ നടന്നിട്ടാണ് ഇവിടത്തേക്ക് എത്തിയത്. ഇതല്ല കേട്ടോ, ഇതിപ്പോൾ ജസ്റ്റ് ഇരിക്കാൻ അങ്ങനത്തെ പ്ലേസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒന്ന് എന്തായാലും കുറച്ച് നടന്നതുകൊണ്ട് എനിക്കിടെ ഇരിക്കണം, ജസ്റ്റ് ഇരിക്കണം. അപ്പോൾ ബ്യൂട്ടീനെ ഒന്നിങ്ങനെ ഫ്രീ ആയിട്ട് വിട്ടാൽ ഫുള്ള് കളിക്കുമല്ലോ. അങ്ങനെയാണ് എൻ്റെ പ്ലാന്. ഇവിടെ മൊത്തം ഒരു പൂവിൻ്റെ എന്തെന്ന് നമ്മളെ ഈ പൂവിന് എന്തെന്നാ പറയുന്നത് എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ നിന്ന് എന്താ പറയുക, മന്ദാരമില്ല, മന്ദാരം പോലത്തെ ജസ്റ്റ് പൂവാണ്. അതിൻ്റെ മരങ്ങളാണ് ചുറ്റുമുള്ളത്. അപ്പോൾ ബ്യൂട്ടി ഫുൾ മൊത്തം പൂ വീണിട്ടുണ്ട്. അതെല്ലാം പെറുക്കി കളിക്കും. ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കാം അങ്ങനെ വിചാരിക്കുന്നതാണ്. പിന്നെ ബ്യൂട്ടിക്ക് കളിക്കാൻ പറ്റിയിട്ട് നല്ലൊരു പ്ലേസ് ഉണ്ട് കേട്ടോ. ഇത് മൊത്തം എന്താ, ഇത് ഫുള്ള് ഫ്രീ ആട്ടോ. അങ്ങനെ നമ്മൾ എന്താ പൈസ ഒന്നും കൊടുക്കണ്ട. ബ്യൂട്ടിക്ക് ഇരിക്കാൻ കുറേ എന്തെല്ലോ കളിക്കുന്ന അങ്ങനത്തെ സംഭവമുണ്ട്, അതും മൊത്തം ഫ്രീ ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഏകദേശം 10 മണി ഏകദേശം വരുമ്പോൾ ഇറങ്ങാം. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇറങ്ങണ്ട, ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതി, ഞങ്ങൾ മൊത്തം ഇവിടെ ഒന്ന് കറങ്ങിയിട്ടേ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് ഇവിടെ അടുത്ത് തന്നെയായി, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ 3/4 മണിക്കൂർ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി പ്ലാൻ ചെയ്തിട്ടുണ്ട് എപ്പോഴും വരണമെന്നുള്ളത്. ഫ്രീ ആയിട്ട് വിട്ടതുകൊണ്ട് തന്നെ കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഇങ്ങോട്ട് നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ. ഒന്ന് നടക്കുന്നത് മൊത്തം പൂവിട്ടുള്ളത് കേട്ടോ. അതെല്ലാം പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. അവളൊക്കെ അതേ പണിയാണ് തന്നെയുള്ളത് മൊത്തം. അപ്പം ഞാൻ ഫുള്ള് ചുറ്റി കാണിക്കാം. ഒന്നൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഫുള്ള് കാണിക്കാം കേട്ടോ. കുട്ടിയുടെ ഇരുത്തം കാണുമ്പോൾ ഈ കുട്ടി എന്നെ തട്ടിയിട്ട് വന്ന പോലെ ഉണ്ട് കേട്ടോ. നോക്കിയേ എന്താ ഇരുത്തം, ക്ഷീണിച്ചിരുന്ന്. ഞാനല്ലേ നിന്നെ തട്ടിയത്, നീ തന്നെയാ. ആ പൂപ്പി ഇവിടെ മൊത്തം പുല്ല് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് അങ്ങോട്ടെല്ലാം പച്ചപ്പുണ്ട്. അങ്ങനെതാ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാർക്കിലൂടെ. ജസ്റ്റ് ഇത് എല്ലാവർക്കും ഒന്ന് നടക്കാനും അങ്ങനെ ഒന്ന് ജസ്റ്റ് ടൈം പാസ് ചെയ്യാനുള്ള ഒരു പ്ലേസ് കേട്ടോ. പിന്നെ പിള്ളേർക്കാണ് ഏറ്റവും ഉപകാരം എന്ന് പറയുന്നത്. അങ്ങനെതാ നമ്മൾ ഈ വീട്ടിലെ ഫേവറേറ്റ് പ്ലേസിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ വീട്ടിൽ ഊഞ്ഞാല ഈ കുട്ടിക്ക് തുടങ്ങി. പിള്ളേർക്ക് കുറേ എന്താ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കുറേ പാരൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. വ്യാഴാഴ്ച ആകുമ്പോൾ കുറേ ആൾക്കാരുണ്ടാവും. കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾ വന്നതാണ്. കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ ബുധനാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് ഈസി ആയിട്ട് പറ്റും ഇവിടെ വേണമെങ്കിൽ ഇരിക്കാൻ. കുറേ പിള്ളേരുണ്ട്, കുറേ കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ. അതാ ഈ കുട്ടി ഇതാ ഇതിലെ പോകുന്നുണ്ട്. പിന്നെ വലിയവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള കോട്ട് വേറെ തന്നെ ഉണ്ട് കേട്ടോ. അത് സെപ്പറേറ്റ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ഭാഗം തന്നെ കേട്ടോ. ഈ കുട്ടി അങ്ങനെതാ നമ്മൾ ആ ഗാർഡനാണ് ഉണ്ടായിരുന്നത്. ഇത് ഇപ്പുറത്തേക്ക് ഇരുന്ന് ഇങ്ങോട്ടേക്ക് തന്നെ ഒരു പാലോടിക്കുന്നുണ്ട്. അപ്പുറത്തൊരു ഗാർഡൻ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾക്ക് ഹാർത്തേക്ക് പോവാം. അങ്ങനെ നമ്മൾ ഹാർത്തേക്ക് പോകുന്നതാണ്. മെയിൻ റോഡ് മൊത്തം കാണുന്നുണ്ട് കേട്ടോ.
മെയിൻ റോഡ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ബഹ്റൈൻ്റെ കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. നമ്മൾ അക്കരെ നിന്ന് ഇക്കരെ എത്തിയിട്ടാ. ഇത് ആന്ത്രോസ്, ഇത് രണ്ടും ആന്ത്രോസ് ഗാർഡൻ എന്ന് തന്നെ പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെന്തായാലും ആന്ത്രോസ് ഗാർഡൻ എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇത് ഞാൻ കുറേ തവണ നടക്കാൻ വന്ന സ്ഥലമാണ്. എന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ തന്നെ വന്നിട്ടാ. ഇത് മൊത്തം എന്താ ഈ മരം കേട്ടോ, എന്താ ഈത്തപ്പഴത്തിൻ്റെ മരമാണുള്ളത് അധികം. എല്ലാം പ്ലേസ് ഉണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിലേ ഓടിച്ച് വരണമെന്ന്. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പത്തെ റൂം ഇവിടെ അടുത്തായിരുന്നു. മുമ്പെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം ഞാൻ വരുമ്പോഴുള്ള റൂം. അപ്പോൾ ഞാൻ ഏകദേശം വരുന്ന ഒരു ഗാർഡനായിരുന്നു ഇതെന്ന് പറയുന്നത്. കുറേ തവണ വൈകുന്നേരം എപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ഇത്തവണയും ഈ വരവിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അതേപോലെ മുമ്പത്തെ ഇതിലും ഞാൻ 1-2 തവണയെ വന്നിട്ടു. അതിനേക്കാളും മുമ്പ് വരുന്നതിന് കുറേ സമയം വന്നിനായിരുന്നു. ഇത് നല്ല ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എക്സസൈസ് ചെയ്യാനും നടത്തം അതിന് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യുന്നത് കേട്ടോ ഈ ഗാർഡൻ എന്ന് പറയുന്നത്. രതീഷേട്ടൻ വന്നു കേട്ടാ. അതാ അവളെ കണ്ടതേ ഇല്ല, ജസ്റ്റ് അവൾ ഓടിപ്പോയി അങ്ങോട്ടേക്ക്. അത് അച്ഛനും മോളും കൂടി നടക്കാൻ പോകുന്നുണ്ട്. ഒരു റൗണ്ട് നടന്നിട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കാൻ പോകുന്നുണ്ട് അച്ഛനും മോളും കൂടി. ഞാൻ അങ്ങനെ ഇവിടെ ഇരിക്കാൻ പോകുന്നുണ്ട്. നടന്നാൽ നല്ല തന്നെ. അങ്ങനെ രണ്ടാളും പോയിക്കോട്ടെന്ന് വിചാരിച്ചു. ഞാൻ കുറേ നടന്നു. അങ്ങനെ ഞാൻ റെസ്റ്റാണ്. പിന്നെ അവർ രണ്ടുപേരും നടന്നിട്ട് വരട്ടെ. നമ്മൾ 2 പാർക്കിൽ പോയിട്ട് മടങ്ങുന്നു കേട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഇവിടെ ചാറ്റ് പറയും.